ഈ സൂര്യയുടെ ഒക്കെ ഒരു കാര്യം. ഇന്ന് കളക്ഷൻ തീരെ കുറവാണല്ലോ. ശരിയാ, ഭയങ്കര ഡൾഡേ, ഒട്ടും കളറുമില്ല. ഓ, എല്ലാ ദിവസവും കളറല്ലേ കാണുന്നത്. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്. അവന് കളർ പോലെ പോലും. ആര് പറഞ്ഞു ഇവിടെ കളറൊന്നും ഇല്ലാന്ന്? ഇവിടെ ആവശ്യത്തിന് അധികം കളറുണ്ട്. ഡീ, നിങ്ങൾ പെണ്ണുങ്ങളുടെ കളറല്ല, ഞങ്ങൾ ആണുങ്ങൾക്ക്. മനസ്സിലായോ? മനസ്സിലായില്ല. മനസ്സിലാവില്ല, പ്രായം കൊണ്ടാ. ശരിയായിക്കോളൂ. പിന്നെ ടോണി, നീ ഇന്നത്തെ പേപ്പർ കണ്ടോ? അതിന് സിനിമയൊന്നും മാറിയിട്ടില്ലല്ലോ, പിന്നെന്താ? ആ, എന്നാ വേണ്ട. നീ ഇന്നാകെ മൂഡ് ഓഫ് ആണല്ലോ. അവന് കളറ് പോരാന്ന്. ടോണി, എന്താ ഈ പറയുന്നത്? നീ എന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ? നിനക്ക് കളറ് കുറവാണോ? ചിലപ്പോ എന്റെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരു കുറ്റാണോ? നീ ഞങ്ങളുടെ സുന്ദര കുട്ടനല്ലടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. ആ കളറിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഈ കോഫി ഷോപ്പിൽ വായി നോക്കാൻ നല്ല ഗേൾസ് ഇല്ലെന്ന കാര്യമാ പറയുന്നത്. മനസ്സിലായോ മണ്ടൻ? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യസന സമേതം ഞാൻ അറിയിക്കുന്നു. കണ്ട അവന്റെ മുഖത്തെ സന്തോഷം കണ്ട. എന്റെ ഉപദേശം കൊണ്ട് ഒരാളുടെ മൂടെങ്കിലും മാറിയല്ലോ. താങ്ക് യു മൈ ഡിയർ ഗോഡ്. മാറിക്കടാ. മരുഭൂമിയിലും മഴയോ? 2, 3, 4. അത് വേണ്ടിയില്ല. എക്സ്ക്യൂസ് മീ, ചേട്ടനായിരിക്കും. രാജപദവിയും പന്നിയുടെ കോലോ. നീ പഠിക്കണ്ട സാറാ, നിനക്ക് ഓർഡർ കിട്ടും. എന്റെ പ്രതീക്ഷ തടിയനാ. എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അന്നത്തെ പോലെ മെനു കാർഡും പൊക്കി പിടിച്ചു വന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കളിച്ച് ആ തടിയനെ ഓടിച്ചു കോളമാക്കരുത് പ്ലീസ്. നീ പടാ അവിടുന്ന്. ഞാനും ഉണ്ടോ? കൺട്രോൾ. എങ്ങോട്ടേക്കാ തിരക്കിട്ട്? വെറുതെ. നീയോ? ഞാനും വെറുതെ. കളർ എടുക്കുവാനായിരിക്കും അല്ലേ? അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ പല രീതിയിൽ ശല്യം ചെയ്യണമെന്ന് പലതവണ സാറ പറഞ്ഞിട്ടും ഞാനൊന്നും പറയാത്തത് പിള്ളേരല്ലെന്ന് കരുതിയിട്ടാ. അത് നിങ്ങൾ എന്റെ ദൗർബല്യമായിട്ട് കാണരുത്, മനസ്സിലായോ? അയ്യോ, റോയ്ച്ചന് ദൗർബല്യമുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. സോറി റോയ്ച്ചൻ. എടാ, പെൺകുട്ടികളെ നോക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഈ പ്രായത്തിൽ ആവശ്യമുള്ള തന്നെ. പക്ഷെ അത് അവർക്ക് ശല്യമാവുന്ന രീതിയിലാവൻ. ഇനി വല്ലതും ഉണ്ടായ രണ്ടിന് കോഫി ഷോപ്പിന്റെ പടി ഞാൻ കാണിക്കൂല, മനസ്സിലായോ? എന്നാ പോയിക്കോ. നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എനിക്കിന്നൊക്കെ ഒന്ന് പഠിക്കണ്ടേ? കൊച്ചിയിൽ വന്നിട്ട് അത്യാവശ്യം ഫ്ലേട്ടിംഗ് ഒന്നും അറിഞ്ഞില്ലേ? മോശം. പഠിക്കണമെന്നുള്ളവൻ ഇങ്ങനെ ആശാന്റെ പുറകെ നടന്ന് പണിയും കൊടുത്തോണ്ടിരിക്കുകയല്ല വേണ്ടത്. ആശാൻ പണി ചെയ്യുമ്പോ അങ്ങോട്ട് അങ്ങനെ മാറി നിന്ന് കണ്ടുപിടിക്കണം, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദോ ആ സൈഡിൽ പോയി നിന്നിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കും. ആയിക്കോട്ടെ, ശരി, പോ പോ. ശല്യം. എങ്ങനെ നിങ്ങളുടെ ഇടയിലൊന്ന് കേറിപ്പറ്റുക? ഞാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, അപ്പൊ അതിന്റെ അറിയാലോ. മോനെ വേണ്ട, അവന് മിനിമം 100 കുറയാതെ വെയിറ്റ് കാണും. ഞാൻ പറയുന്നതൊക്കെ വെറുതെ റിസ്ക് എടുക്കണ്ട. താങ്ക് യു പറ. നീയാണ് എന്റെ ട്രം കാർഡ് മോളെ. അല്ല, ഈ പെണ്ണുങ്ങളൊക്കെ ഇത് എന്ത് കണ്ടിട്ടാ? ദേ പിന്നെയും വിശ്വാസിക്കും. അല്ല, ആര് എന്ത് കണ്ടു? അല്ല, നമ്മളെ പോലത്തെ സുന്ദര കുട്ടപ്പന്മാരിങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുമ്പോ ഈ പെണ്ണുങ്ങളൊക്കെ ഇത് എന്ത് കണ്ടിട്ടാ ഈ തടിയന്റെ കൂടെ? അത് നല്ല ക്വസ്റ്റ്യൻ. അല്ല, നിങ്ങൾ ഗേൾസ് എന്തായി ഞങ്ങൾ ബോയ്സിന്ന് പ്രതീക്ഷിക്കുന്നേ? മെയിൻലി കെയർ, പിന്നെ 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 ഈ പിന്നെ 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 എന്ന് പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയത്? അല്ല പിന്നെ വീണ്ടും വീണ്ടും പിന്നെ പിന്നെ എന്ന് പറഞ്ഞോണ്ടിരുന്ന നീ പറ. പിന്നെ അല്ല, നിങ്ങള് ബോയ്സ് എന്താ നമ്മള് ഗേൾസ് നിന്ന് പ്രതീക്ഷിക്കുന്നേ? ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ അത്? അല്ലേ വേണ്ട. പോടാ എന്റെ പോ. എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞത് അവൻ പെൺകുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണെന്ന്. ഓഹോ, അതായിരുന്നോ? ഞാൻ കരുതിയത് മനസ്സായിരിക്കുമെന്ന്. മനസ്സ് അതല്ലേ എല്ലാം.
മനസ്സെന്നല്ലല്ലോ, വിശ്വാസമൊന്നല്ലേ? വിശ്വാസം അതല്ലേ ഇല്ല. ഇനിയിപ്പോൾ മാറിയോ? ആ 5 minutes. Okay. വിളിക്കാം. Okay. മച്ചാ, ആ ഒരു കാര്യമുണ്ട്, വന്നേ. ടോണി, വാ പറ. ആ, ഇപ്പോൾ വരാവേ, 2 മിനിറ്റ്. വാ വാ. ഒരു മിനിറ്റ്. വാ. യെസ് ടോണി. നീരജ്, എൻ്റെ ഫ്രണ്ട് പാർവതി എന്ന്. ആ യെസ്, ഞാൻ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയായിരുന്നു. ഐ ആം സോറി ഫോർ ദാറ്റ്. ആ കുട്ടി എൻ്റെ ഹെൽത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അത് ആ ഒരു സെൻസിലെടുത്തില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് ആ കുട്ടിയോടൊന്ന് മാപ്പ് പറയണം. ഏയ് പാറു അവളെ തന്നെ വിട്ടു. പിന്നെ പാറു അതെ, പാറു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അവക്ക് ഞാൻ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു പാറു. അവളെ അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും വിളിക്കാറ്. അല്ല, നീരജ് പാറുവിന് പേര് കണ്ടെത്താനും മാത്രം. 2 ദിവസം മുമ്പാണ് പാറുവിന് പേര് കണ്ടുപിടിച്ചത്. ഓ, ആദ്യം വെറുപ്പായിരുന്നു, പിന്നീടത് സഹതാപമായി, പിന്നെ അതെപ്പോഴും ഒരു കുറ്റബോധം. എൻ്റെ മനസ്സ് ചേഞ്ചായി ഫോം ചെയ്ത് എപ്പോഴോ. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ഹർ. ഐ ആം ക്രേസി അബൌട്ട് ഹർ. ഒരു ഗൗതമേനോ പടം കൊണ്ട ഫീൽ ഉണ്ടല്ലേ? ടോണി, അപ്പൊ ലപ്പാണല്ലേ കുട്ടിയാനെ. സത്യം അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. ഐ എം സോ ക്രേസി അബൌട്ട് ഹർ. ഷീസ് ഐ ലവ് ഹർ എ ലോട്ട്. ടോണി എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. യാ ഷുവർ, ഡെഫിനറ്റ്ലി. എനിക്ക് മനസ്സിലാവും എൻ്റെ ഫീലിങ്സ്. ഞാൻ തന്നെ സഹായിക്കും, ഷുവർ. പക്ഷേ പാറുനെ. സോറി, ഇനി അവളെ ആരും അങ്ങനെ വിളിക്കരുത്. അതെനിക്ക് അവകാശപ്പെട്ടതാ, പ്ലീസ്. ഞാൻ അവളെ സാധാരണ വേറെ വിളിക്കാറ്. ഓക്കെ, എന്തായാലും എൻ്റെ പുതിയ ഫ്രണ്ട് പറഞ്ഞാൽ ഓക്കെ. നീരജിനെ ഞാൻ പാർവതിയെ പരിചയപ്പെടുത്തി തരുമ്പോൾ എനിക്ക് മതി, നിർത്ത്. മനസ്സിലായി. നിനക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താനോ അല്ലേ? ശരി ടോണി. അതെ, ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, വാ. യാഹൂ. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ടോണി ആൻഡ് ഹീ ഈസ് ഓണർ ഓഫ് ദിസ് ഷോപ്പ്. Hi Tony. Nice shop and nice ambience. താങ്ക്സ്. അപ്പം വെച്ചാ എല്ലാം പറഞ്ഞതുപോലെ. അത് ഇത്തിരി റിസ്ക് അല്ലേ? ആദ്യം അത് എന്നിട്ട് ഇത് പോരെ. എന്നാ ശരി, ഓക്കെ, ബൈ. ബൈ. പാറു, അവർ നൈസ് പിള്ളേരാട്ടാ. ഒരു കണക്കിന് നീ അവിടെയും കേറി പറ്റിയല്ലേ? പിന്നെ നമ്മുടെ ആ തടിയനില്ലേ, ആ അവൻ്റെ പഞ്ചപാവ. അവനോട് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത്, അന്ന് നിന്റെ ആ വാല്യുബിൾ ഇൻഫർമേഷൻസ് ഇല്ലേ, അതവനെ വല്ലാണ്ട് മാറ്റി. ഇപ്പോൾ അവന് ഫിസിക്കലി ഫിറ്റ് ആകണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇത്രയും കേട്ടപ്പോൾ അവൻ മെലിയുന്നെങ്കിൽ വലിയട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു നീ ഒരു ഫിസിക്കൽ ട്രെയിനറാണ്. ആഹാ, എന്നിട്ട് അവന് നിന്റെ അഡ്വൈസ് വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ ആ സംഭവമില്ലേ, അതിനുശേഷം അവന് നിന്നോട് സംസാരിക്കാൻ ഒരു ചമ്മലുണ്ട്. സോറി പറയണമെന്നൊക്കെ പറയുന്നത്. അയ്യേ, അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞില്ലേ? അതെനിക്കറിയാം, പക്ഷെ അവനറിയില്ലല്ലോ. എന്തായാലും നീ അവനോട് ഇന്നൊന്ന് സംസാരിക്കും. അപ്പോൾ നിനക്കൊരു ക്ലയന്റിനെയും കിട്ടും, അവൻ്റെ വണ്ണവും കുറയും. എന്താ? കറക്റ്റാ. ശരിയാ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ? അല്ലേ വേണ്ട, അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് മാപ്പ് പറയാൻ ചെറിയൊരു മടി ഉണ്ടാവും. ഞാൻ നിന്നെ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി. ഓക്കെ? അടിയാ, നീ എനിക്ക് മരിക്കണം. മനു ആണല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നീ ചാവാൻ തീരുമാനിച്ചോ? നീ പറ, എങ്ങനെ മരിക്കണമെന്ന്. എനിക്ക് മടുത്തു. വേഗം കെട്ടിയടാ, പെട്ടെന്ന് മരിച്ചോളൂ. അത് നോവൂലേ? അത് മാത്രമല്ല, ചോറാണെങ്കിൽ എനിക്ക് അപ്പത്തലറങ്ങും. അപ്പൊ സാറ ഫോണിൽ പറയാൻ നീ ഒന്നും കേട്ടില്ലേ? കേട്ടു, പക്ഷേ അവളുടെ മുഖം ആലോചിക്കുമ്പോ മരിക്കാനാ വന്നേ. എന്നാ പിന്നെ അത് ഓർക്കാതിരുന്നാ പോരെ? എത്ര കാലത്ത് പ്രണയാന്ന് നിനക്ക് അറിയോ? എത്ര കാലത്ത്? 4 മാസവും 25 ദിവസവും.
5 മാസം തികയാൻ 5 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് അവള് പോയത്. എന്തായിരുന്നു കാരണം? ഫേസ്ബുക്കിൽ ഐശ്വര്യയുടെ പ്രൊഫൈൽ പിക്ചർ ലൈക്ക് ചെയ്യാന്. ഐശ്വര്യ ഐഡിയോ? അതെന്താ, അവള് സൗന്ദര്യ വിരോധിയായിരുന്നോ? ഐശ്വര്യ റോയ് അല്ല, ഐശ്വര്യ ലക്ഷ്മൺ. ഐശ്വര്യ ലക്ഷ്മണ അതേത് കുറിച്ച്? അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഐശ്വര്യ പ്രൊഫൈൽ പിക്ചർ മാറ്റിയ അന്ന് തന്നെയാ ഇവള് മാറ്റിയത്. എന്റെ കഷ്ടകാലത്തിന് ഞാനത് കണ്ടില്ല. ഇത്ര നിസ്സാര കാര്യത്തിന് അവള് പോയെങ്കിൽ അവള് പോട്ടെന്ന് വെക്കണം മനു. അല്ല, ഇതും പറഞ്ഞിട്ടാണോ നീ മരിക്കാൻ നടക്കുന്നത്? നിങ്ങൾക്കറിയോ, അവൾക്ക് ഞാൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് സാധനം കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് തുടങ്ങായിരുന്നു. ഒരുത്തൻ പെണ്ണിന് വേണ്ടി മരിക്കാൻ നടക്കുന്നു, മറ്റൊരുത്തൻ പെണ്ണിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. എനിക്ക് കുറച്ച് പണിയുണ്ട്, നിങ്ങൾ സംസാരിക്കും. ഓക്കെ? സാർ, ഓർഡർ സാർ. ഓർഡറല്ല, റിക്വസ്റ്റാ. കുറച്ച് സൈനൈഡ് കിട്ടുമോ? ഓർഡർ ഞാൻ എടുത്തോളാം. ഹലോ, ആ ആനന്ദാണ്. ആ ഒരു മിനിറ്റ്. പറയൂ. മനുബാ, ഒരു കോഫി കുടിക്കേ, കുറച്ച് റിലാക്സ്ഡ് ആവുന്നേ. എനിക്ക് റിലാക്സ്ഡ് ആവാൻ കഴിയില്ല. ഞങ്ങളുടെ പിങ്കിയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞാൻ തളർന്നു പോകുന്നത്. പിങ്കിയോ? അതാരാ? മോള് ഞങ്ങളുടെ മോക്കിടാൻ വെച്ചിരുന്ന പേരാ. ടേബിൾ നമ്പർ 12. ബി കെയർഫുൾ. എന്റെ സമയം തെളിഞ്ഞു മക്കളെ. ആരാടാ വിളിച്ചേ? മിസ്റ്റർ റോക്കി ഏലിയാസ് എജെ. ഓ, ആരത്? റോയ്ച്ചൻ അറിഞ്ഞൂടെ? അബ്ദുൾ ജബ്ബാർ, AJ മോഡൽ മാനേജ്മെന്റ് ടീമിന്റെ വലിയ ആള്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറാ. ഇൻഡസ്ട്രിയിൽ ഒരു മഹത് സംഭവ മനുഷ്യൻ. എത്ര കലാകാരന്മാരെ സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടില്ലെന്ന് അറിയോ? ആണോ? അതൊന്നും അറിയില്ല, പേര് ധാരാളം കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ കാർത്തിക് ബഷീറിന് സിനിമയെ കൊണ്ടുവന്ന അയാളാ. കൊള്ളാലോടാ ആനന്ദ്, നിന്റെ സമയം തെളിഞ്ഞല്ല. എടാ, നോക്കിയും കണ്ടൊക്കെയാണ് ഇതിൽ നിൽക്കാൻ. ഒരിക്കലും കൈപൊള്ളിയതാ. ഇവന്മാരൊക്കെ എത്രക്കാരാന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അതൊക്കെ അറിയാം റോയിച്ച. പട്ടിണി കിടന്നും കോടമ്പകത്തെ പൈപ്പ് വെള്ളം കുടിച്ചൊക്കെ ഇപ്പത്തെ സ്റ്റാർസ് വലിയ സ്റ്റാർസ് ആയത്. കുറച്ചൊക്കെ റിസ്ക് എടുക്കാതെ ഒന്നും നേടാൻ കഴിയില്ല റോയിച്ച. എന്റെ ഫ്രണ്ട് ലക്ഷ്മി നാളെ ചെന്നൈന്ന് വരുന്നുണ്ട്. വേണമെങ്കിൽ കോടമ്പാക്കത്തെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവരാൻ പറയാം. ഇനി അത്തെ കുടിച്ചില്ല എന്ന് പറഞ്ഞ് നീ രക്ഷപ്പെടാതിരിക്കണ്ട. ഇത്ര മതി ചിരിച്ചേ, കുറച്ച് തിരക്കുണ്ട്, പോട്ടെ. അപ്പോ യോഗ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാരാ പുതിയൊരാള്? ഇത് മനു, ടോണിയുടെ ഫ്രണ്ടാ. ഓ മനു, അറിയാ. പാറു, നിന്റെ ആ തടിയൻ ക്ലയന്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ലുന്നേ ചെല്ലും. ഓഹോ, അപ്പോ മനു ഞാൻ ഇപ്പൊ വരാം. ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് ചെറുത്. ഞാൻ വന്നു കഴിഞ്ഞിട്ട് നിനക്ക് എക്സസൈസ് ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ? ടോണി, ഞാൻ ഇറങ്ങുവാ. എനിക്ക് ആ സഭാഷണം ഒന്ന് കാണണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി, ഓക്കെ. മനു, കാണാം. എടാ മനു, നിന്റെ പ്രശ്നത്തിലുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. നിനക്കിപ്പോൾ വേണ്ടത് മദ്യമോ മരിക്കാനുള്ള വഴികളോ ഒന്നുമല്ല, ജീവിക്കാനുള്ള മനസ്സാണ്. അത് ഞാൻ ഉണ്ടാക്കി തരാം. നീ എൻ്റെ കൂടെ വാ. എന്താ അത്? വാടാ, വാ. നീരജ്. ആ പാറു. ഹായ്. ഹായ്. ടോണി പറഞ്ഞിരുന്നു. എന്നോടും പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും ജിമ്മിലുണ്ടാവും, കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാലോ. ടോണി പറഞ്ഞല്ലോ എനിക്ക്. ടോണി പറഞ്ഞിരുന്നു, പറയാൻ ഭയങ്കര ചമ്മലാന്ന്. പറഞ്ഞല്ലേ? അപ്പോ എങ്ങനെ കാര്യങ്ങൾ? ഇവിടെ വെച്ച് സംസാരിക്കണ വെച്ചാണ് ജിമ്മിൽ വരാൻ പറഞ്ഞത്. അതല്ല എൻ്റെ ഒരു യുനോ. ആയിക്കോട്ടെ, നമുക്കൊരു ദിവസം ഇരുന്ന് സംസാരിക്കണം. സംസാരിക്കണമല്ലോ. പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടീഷൻസ് എന്തായാലും ഓക്കെ. ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ആയിക്കോട്ടെ. എന്നും ജിമ്മിലേക്ക് വരണം. കൊച്ചു കള്ളി ഇപ്പോഴേ പൊസസീവ് ആയല്ലേ. ആയിക്കോട്ടെ. പിന്നെ കാർഡിയോ ചെയ്യണം. ഓ, കാർഡിയോ. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ ചങ്കിടിക്കുക. ഞാൻ പറയുന്നത് കേട്ടാ മതി. എനിവേസ്, എന്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓക്കെ? 808 624 9503. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ അല്ലേ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇന്നത്തെ ട്രീറ്റ് എന്റെ വക. അതൊക്കെ ശരി, ഇന്നും കൂടെ ഉള്ളൂ. നാളെ മുതൽക്ക് ഞാൻ പറയും, നീ കേൾക്കണം. ഓക്കെ? പാറു പറയുന്നതേ കേക്കൂ. എന്തു പറ്റി? ഓക്കെ.
ഹായ് ഗേൾസ്, ഇതെൻ്റെ ഫ്രണ്ട് മനു. Hi, Manu. ഹായ്. മനു ഒരു ഫോട്ടോഗ്രാഫറാണ്. എല്ലാം വിളയുന്ന ഐറ്റമാണ്. നന്നായിട്ട് സ്കോർ ചെയ്തോളണം. പോകുന്നതിന് മുമ്പ് ഒരെണ്ണത്തിനെങ്കിലും സെറ്റാക്കിക്കോളണം. ഇല്ലേ കൊന്നു കളയും. ഇനിമേലെ ആത്മഹത്യ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഓക്കെ, ഇപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ, ഇപ്പോഴൊരു കാര്യം ഓർത്തു. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇപ്പോൾ വരാം. ഇവിടെ ഇരിക്കും. ഒരു മിനിറ്റേ. ഹായ്. അഞ്ച് ഗേൾസോ? നോ പ്രോബ്ലംസ് മാം, ഐ വിൽ ഗിവ് യു. ഓക്കെ. ആരാ? സർ, ഞാൻ ആനന്ദ്. കുറച്ചു മുന്നേ നമ്മൾ സംസാരിച്ചിരുന്നു ഓ ഫോണില്. ആനന്ദ്, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആ ഫോട്ടോസ്. കിട്ടുന്ന തോന്നുന്നേ. കോഴിക്കോട്ടല്ലേ വീട്? അതെ. ആ മിസ്റ്റർ ആനന്ദ്, മുന്നേ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഓ മൈ ഗോഡ്, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? അയ്യോ. ആദ്യമായിട്ടാണോ നിങ്ങൾ ഒരു ഓഡീഷനിൽ പങ്കെടുക്കുന്നത്? അതെ സർ. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല കേട്ടോ. നിങ്ങൾ അഭിനയത്തിന്റെ ഒരു നിറകുടമാണ് കേട്ടോ. ആർക്കും നിങ്ങളുടെ ടാലന്റ് മനസ്സിലായില്ല. അവിടെയാണ് റോക്കി ആവുന്നത്. കാർത്തിക് ബഷീറിനെ കൊണ്ടുവന്നപ്പോഴും എവിടെ? ഇവിടെ. ആരും റോക്കിയെ സപ്പോർട്ട് ചെയ്തില്ല. എന്നിട്ടിപ്പം എന്തായി? അവൻ കയറി അങ്ങ് സ്റ്റാറായി. സത്യം? ഏതാ സർ പടം? എപ്പോഴാണ് ഷൂട്ടിംഗ്? ഹലോ, റോക്കി ഹിയർ. അല്ലു അർജുൻ ലൈനിലുണ്ടെന്നോ? ആരായാൽ എനിക്കെന്താ മിസ്റ്റർ. അല്ലു അർജുനിലേക്കാൾ ഉയരത്തിലെത്താൻ സാധ്യതയുള്ള ഒരാളുമായുള്ള മീറ്റിംഗിലാണ് ഞാൻ. ആ പറഞ്ഞേക്കൂ അല്ലു അർജുനോട് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയൂ. ഓക്കെ, ബൈ. അപ്പോൾ ആനന്ദ്, നിങ്ങൾ ഒരു സ്റ്റാർ ആവാൻ ഒരുങ്ങിക്കോളൂ. ലേറ്റ് ആവണ്ട. നിങ്ങൾ പോയി രക്ഷപ്പെടൂ. കാർത്തിക് ബഷീറിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒരു അറുതി വരട്ടെ. വലിയ ഉപകാരം സർ. സാറിന്റെ ദൈവാണ്. അതായിക്കോട്ടെ, ആ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? എത്ര സർ? 5000 രൂപ. അല്ല, പെട്ടെന്നുള്ള ഷോക്കിലേ. എന്റെ ദൈവമേ ആനന്ദേ, നിന്റെ കാര്യം എന്താ സർ? കാർത്തിക് ബഷീറും ഈ കസേരയിൽ ഇരുന്നപ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞേ. ഇതാ സർ പണം. 5000 രൂപ ഉണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുള്ള. ടോണിയുടെ കൈ കൊടുത്തത് പോക്ക. നീ ഇതങ്ങ് അടച്ചേക്ക്, മറക്കരുത്. ഇല്ല. അപ്പോൾ ഞാൻ ഡേറ്റ് സമയം അറിയിക്കാം. എനിക്ക് അല്പം ധൃതിയുണ്ടേ. സാറിന്റെ കോളിനായി ഞാൻ കാത്തിരിക്കും. താങ്ക് യു സർ. ഓക്കെ, ബൈ. ഇങ്ങനെ മനസ്സിലായില്ലേ? ചെറിയൊരു വഴിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് എടുത്തേ പറ്റൂ. പക്ഷെ തൊട്ടുമ്പോ ഈ സാധനം നിൽക്കുക. ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. അതാ പറഞ്ഞത്. ഇതിങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് എനിക്ക് ചെയ്തേ പറ്റൂ സംഭവം. പക്ഷെ ഞാനുണ്ടല്ല, ചെയ്തിട്ടേ പോവും. നിങ്ങൾക്ക് ഇഷ്ടമല്ല സമകൃതി. എനിക്കാണെങ്കിൽ അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ആരാടി രാത്രിയില്? നിനക്ക് വല്ല ബോയ് ഫ്രണ്ട് ആയോ? ഒരു ക്ലയന്റ് ആടി. ക്ലൈന്റോ? എന്നാ ചുമ്മാ തിരിച്ചു വിളിക്ക്. എന്തിന്? വെറുതെ ഒരു രസം. അങ്ങനെ ഇപ്പൊ നിരസിക്കണ്ട. ബെസ്റ്റ്.
നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനൊന്ന് വട്ടം ചുറ്റിയേനെ. ദാ SMS. എന്തായാലും നല്ല ഹാർഡ് വർക്കറാണ് നിന്റെ ക്ലയൻറ്റ്. എന്താടി മെസ്സേജ്? ഉറങ്ങിയോ? അയ്യോ പാവം. ഇപ്പൊ എന്താ റിപ്ലൈ അയക്കുക? വേണ്ട വേണ്ട, റിപ്ലൈ ഒന്നും അയക്കണ്ട. ആഹാ, അതിങ്ങിതാ. ഇതങ്ങ് ചെല്ലുമ്പം എല്ലാം ശരിയായിക്കോളും. നീ എന്തേ അയക്കാൻ പോന്നെ? ഓ ശ്ശേ. ശ്ശേ. ഗുഡ് നൈറ്റ് മൈ ഡിയർ, ഐ മിസ് യു. മിസ് യു ആ? ഓ പാറു. പാറു.